ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാലമാണ്. ഒരുപാട് ഇൻ്റർവ്യൂകളാണ്. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തികൾ ആരാണ്? ചിലപ്പോൾ 2-3 ആളുകൾ അല്ലെങ്കിൽ 5-6 ആളുകളൊക്കെ ഉണ്ടാവും. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാരാണ് അല്ലെങ്കിൽ അവതാരകൻ ആരാണ് എന്നൊന്നും അറിയാത്ത രൂപത്തിലേക്ക് ഇൻ്റർവ്യൂകളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം യാതൊരു അച്ചടക്കവുമില്ലാത്ത ഒരു ഇൻ്റർവ്യൂ, വെറുതെ എല്ലാവരും കൂടിയിരുന്ന് ഒരുമിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ആരാണ് ഇൻ്റർവ്യൂ നടത്തുന്ന ആള്, ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്, ഇതൊന്നും നമുക്ക് കാണുന്ന പ്രേക്ഷകർക്കൊന്നും മനസ്സിലാവില്ല. ഇവരൊരുപാട് ബഹളം വെക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ രൂപത്തിലുള്ള കുറേ ഇൻ്റർവ്യൂ. പിന്നെ ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ആരാണ്, അവർ എന്താണ് ഇൻ്റർവ്യൂവിന് വിളിച്ചു വരുത്താനുള്ള കാരണം എന്താണ്, ഇതൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരാരാണെന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് ആരാണെന്ന് അറിയുന്നില്ല. ഇവർ എന്താണ് ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുകൾ എന്താണ്, ഇവരുടെ ഇൻ്റർവ്യൂ ചെയ്യാൻ മാത്രം ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരെന്താണ് കാര്യമായിട്ട് ഇവരുടെ പാഷൻ എന്താണ്. ഇപ്പോൾ ഒരു മേഖലയിൽ വിജയിച്ച ആളുകളെയാണല്ലോ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഇന്നിപ്പോൾ ഒരാളൊരു ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ കുറച്ച് ചെയ്തു, അതിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് വീഡിയോ ഒന്ന് വൈറലായി കഴിഞ്ഞാൽ പിന്നെ അവരെ ഇൻ്റർവ്യൂവിൻ്റെ കാലമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല, ഈ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുകൾ ഇന്ന ആളുകളാണ് എന്നൊന്നും എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ ഇന്ന വ്യക്തികളാണ്, ഇവരുടെ ജോലി ഇന്നതാണ്, അല്ലെങ്കിൽ ഇവർ ഇന്ന കാരണം കൊണ്ടാണ് ഇവരെ ഈ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്, ഇൻ്റർവ്യൂ ചെയ്യാനുള്ള കാരണം എന്നൊക്കെ ആദ്യം തന്നെ വ്യക്തമാക്കിയാൽ കാണുന്ന ആളുകൾക്ക് ഒന്ന് മനസ്സിലാകും, ഇതിൽ ഇന്ന ആളുകളെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഇയാളാണ് അവതാരകൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ മറ്റൊന്ന്, ഇന്നത്തെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാണ്. അഥവാ ഈ ഇൻ്റർവ്യൂ, പണ്ടൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്നൊരു ഇംപ്രഷൻ കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് തന്നെ ഈ കുറച്ചൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളെ ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ആദ്യമൊക്കെ 1-2 കാര്യങ്ങൾ അവരുടെ പാഷനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കരിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കും. പിന്നെ പതുക്കെ ഇവർ പോകുന്നത് ഇയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കാണ്. തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പതുക്കെ അങ്ങനെ പോകും. അതിൽ ഇവരുടെ ഫാമിലി, വൈഫ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, ഇങ്ങനെ പതുക്കെ ബെഡ്റൂം വരെ പോകുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ തീർത്തും മോശമാണത്. കാരണം അദ്ദേഹം ഒരു പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു നിലക്കും മറുപടി പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും. പിന്നെ എല്ലാവരും ഒരുപോലെ ആകൂല. ചിലപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയേണ്ട, കാരണം ഇൻ്റർവ്യൂവിന് വിളിച്ചു വരുത്തിയതല്ലേ എന്നുള്ള നിലക്ക് പല ആളുകളും പറയാൻ നിർബന്ധിതരാകാം. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടത്തുന്ന, ഇന്നിപ്പോൾ മുക്കിന് ഈ ഓൺലൈൻ ചാനലുകളാണ്, ഇവരാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ കുറച്ചൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഫാമിലി വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചോദിക്കുമ്പോൾ ഇവരിത് ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. കാരണം ഒരാളെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾക്ക് അറിയാൻ താല്പര്യം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് അറിയാൻ കൂടുതൽ താല്പര്യം. ഇത് മനസ്സിലാക്കിയ ഓൺലൈൻ ചാനലുകാർ ആദ്യമൊക്കെ 1-2 അവരുടെ പാഷനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. പിന്നെ പതുക്കെ അങ്ങനെ അവരുടെ രീതി മാറി ക്ലൈമാക്സ് എത്തുമ്പോഴേക്ക് തീർത്തും വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങളിലേക്ക് അങ്ങനെ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ. ഒരിക്കലും അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളും ഇത്തരം ഓൺലൈൻ ചാനലുകൾക്ക് അഭിമുഖം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ നിൽക്കരുത്. കുറച്ചൊക്കെ സ്റ്റാൻഡേർഡുള്ള ആളുകൾ ഒരിക്കലും കൊടുക്കരുത്. ഇവരിത് ആദ്യം തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്, ഇവർ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ആളുകൾക്ക് എന്താണ് ആവശ്യം, ആളുകൾക്ക് ഇതാണ് ആവശ്യം, എന്ത്, ഈ വ്യക്തിപരമായ കാര്യങ്ങൾ, ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഫാമിലിയെക്കുറിച്ച്, ഇങ്ങനെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ
ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു നാടകം ഇവർ നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇപ്പോൾ 1-2 ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ ഈ വരുന്ന ആളുകൾ, ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോട് ചോദിക്കുന്നത് മുഴുവനും കമന്റുകളെ കുറിച്ചാണ്. നിങ്ങളുടെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു കമന്റ് വന്നല്ലോ, നിങ്ങളെ ഫേസ്ബുക്ക് വീഡിയോക്ക് താഴെ ഇങ്ങനെ കമന്റ് വന്നല്ലോ, ഇൻസ്റ്റഗ്രാം വീഡിയോക്ക് താഴെ ഇങ്ങനെ ഒരു കമന്റ് വന്നല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമന്റുകളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുക. അതിന് ഈ ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുകൾ അത്തരം ആ ഒരു കമന്റ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ തന്നെ ഒരു പക്ഷേ ഫാമിലി ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് അവർ ഇട്ട കമന്റ് ആയിരിക്കും. എന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു കമന്റ് വന്നല്ലോ, അപ്പോൾ അവരതിന് മറുപടി പറയുന്നു. അല്ലെങ്കിൽ മറുപടി പറയാൻ ഇവർക്കൊന്നും അറിയില്ല. കാരണം ഈ കമന്റ് ചിലപ്പം ഇവരിത് കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. കമന്റുകളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള ഇന്റർവ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. യാതൊരു കണ്ടന്റും ഒരു ഇന്റർവ്യൂവിനും ഇല്ല. കമന്റ് ആർക്കും ചെയ്തുകൂടെ? ഇപ്പോൾ ഒരു വീഡിയോക്ക് താഴെ ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കിയിട്ട് ഏത് സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിൽ എവിടെ ആയാലും ഫേക്ക് ഐഡിയകൾ ഇഷ്ടംപോലെ ഒരാളുടെ ആ പക്കൽ തന്നെ ചിലപ്പോൾ 3-4 ഫേക്ക് ഐഡിയകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു മെയിൻ ഐഡിയ ഉണ്ടാവും, പിന്നെ ബാക്കി ഇപ്പോൾ 2-3 ഫേക്ക് ഐഡിയ ഉണ്ടാവും. ഈ ഫേക്ക് ഐഡിയകളിലൂടെ ആയിരിക്കും ഇവർ ഇത്തരം കമന്റുകളൊക്കെ കൊടുക്കുന്നത്. ഈ ഫേക്ക് കമന്റുകൾക്ക് മറുപടി കൊടുക്കാനും ഫേക്ക് ഐഡിയകൾ വഴി ഇത്തരം കമന്റുകൾ വന്നതിനൊക്കെ മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനാണോ ഇന്റർവ്യൂ എന്ന് പറയുന്നത്? ഒരാളെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തിട്ടുള്ള അല്ല കഴിവുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ആ ഒരു കഴിവിനെ കുറിച്ച് അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യത്തിൽ അവർ നേരിട്ടിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്ന് അവർക്ക് കിട്ടിയ എന്തെങ്കിലും ബെനിഫിറ്റുകൾ, ജീവിതത്തിൽ അവർ വിജയിക്കാനുള്ള കാരണങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സത്യത്തിൽ പഴയ കാലത്തുള്ള ഇന്റർവ്യൂകളൊക്കെ ചോദിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ കാലത്തുള്ള ഇന്റർവ്യൂകളിലൊക്കെ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോഴേക്ക് കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ആ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് കിട്ടിയിരുന്നു. ഇന്നിപ്പോ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇന്റർവ്യൂ എന്തോ ഒരു പ്രഹസനമായി അല്ലെങ്കിൽ ഒരു കോമഡിയായി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കുത്തിയിരുന്ന് എന്തൊക്കെയോ വലിച്ചു കയറ്റിയിട്ട് കുടിച്ചിട്ട് ഇരുന്നിട്ട് ആറാടുന്നത് പോലെ അല്ലെങ്കിൽ തുള്ളിച്ചാടുന്നത് പോലെയുള്ള ഒരു കോപ്രായമായിട്ട് ഇന്നത്തെ ഇന്റർവ്യൂകൾ മുഴുവനും മാറിയിട്ടുണ്ട്. കുറച്ച് സ്റ്റാൻഡേർഡുള്ള ആളുകൾക്കിടയിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരാളും തന്നെ ഇത്തരം മാധ്യമങ്ങളുടെ ഓൺലൈൻ ചാനലുകളുടെ ഒരു ഇന്റർവ്യൂവിനും അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിനും ഇത്തരം ആളുകൾ കുറച്ച് സ്റ്റാൻഡേർഡുള്ള ആരും തന്നെ നിന്നു കൊടുക്കരുത്.